കേന്ദ്ര അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത യോഗം വൈകിട്ടത്തേക്ക് മാറ്റി. പ്രതിപക്ഷ നേതാക്കളുടെ അസൗകര്യം മൂലമാണ് ചർച്ച മാറ്റിയത്. ചർച്ച ഉച്ചയ്ക്ക് ശേഷം 3:30-നാണ്. നേരത്തെ സമയം നിശ്ചയിച്ചിരുന്നത് രാവിലെ 10 മണിക്കായിരുന്നു. സൈഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സൈഫ്, എന്തൊക്കെയാണ് വിശദാംശം? നിഷാദ്, കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെ കൂടി കൂടെ കൂട്ടിയുള്ള സമരമാണ് സർക്കാർ ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10 മണിക്ക് ചർച്ചയ്ക്ക് വിളിച്ചത്. രണ്ടുപേര് 2 ജില്ലയിലായതുകൊണ്ട് ഓൺലൈനായിട്ട് യോഗം ചേരാനായിരുന്നു തീരുമാനം. ആ സമയത്തിൽ ഇപ്പോൾ മാറ്റം വരികയാണ്. വൈകിട്ട് 3:30-ലേക്കാണ് ഈ യോഗം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് കാരണം പ്രതിപക്ഷ നേതാവ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി മണിപ്പൂരിൽ പോയിരുന്നു. തിരികെ ഇന്ന് രാവിലെ എത്തേണ്ടതായിരുന്നു. എന്നാൽ ഡൽഹിയിൽ മൂടൽമഞ്ഞ് കാരണം ആ വിമാനം പറന്നുയർന്നിട്ടില്ല. അതാണ് വിമാനം വൈകുന്നത്. അദ്ദേഹം കൃത്യസമയത്ത് എത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് യോഗം വൈകിട്ട് 3:30-ലേക്ക് മാറ്റിയിരിക്കുന്നത്. ഓക്കെ സൈഫ്, ഇപ്പൊ ഇന്നത്തെ യോഗത്തിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് കൂടി പറയാമോ? കാരണം പ്രതിപക്ഷത്തെ കൂടി ചേർത്തുകൊണ്ട് കേന്ദ്ര അവഗണനയ്ക്ക്, കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഞെരുക്കലിനെതിരായിട്ടുള്ള സമരം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ആലോചിക്കുകയാണ് സർക്കാർ. അതിനോട് ഒരു പ്രതിപക്ഷ സമീപനം എന്തായിരിക്കും? കാരണം സർക്കാരിന്റെ കൂടെ ചേരുക എന്ന് വെച്ചാൽ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണം കേന്ദ്ര സർക്കാർ നയമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, ധൂർത്താണെന്നൊക്കെയുള്ള വേറെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രതിപക്ഷത്തിന്റെ ഒരു തന്ത്രപരമായ സമീപനം എന്തായിരിക്കും അതിനകത്ത്? നിഷാദ്, പ്രതിപക്ഷത്തെ ചില നേതാക്കന്മാരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്ക് ചില ഘടകകക്ഷികൾക്ക് ഈ സമരത്തിന്റെ ഭാഗമായി സർക്കാരിനൊപ്പം നിന്ന് സമരം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ പ്രതിസന്ധി നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്. കേന്ദ്രത്തിനാണ് മൊത്തം കുറ്റവും എന്ന് പറയേണ്ടി വരും. ഇതുവരെ അങ്ങനെ അല്ല പറഞ്ഞുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ഈ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം മുഖ്യമന്ത്രി പറയാനുള്ളത് കേട്ടതിന് ശേഷം 70 ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും. എല്ലാ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ച് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചതിന് ശേഷം കൃത്യമായ മറുപടി പറയാമെന്നായിരിക്കും മുഖ്യമന്ത്രി അവർ അറിയിക്കാൻ പോകുന്നത്. അങ്ങനെ UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഇതിനെ അനുകൂലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ ഭാഗമോ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഡൽഹിയിൽ ഈ മാസം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ സമരം തീരുമാനിച്ചിരിക്കുന്നത്. നാളെ അതിന്റെ തീയതി തീരുമാനിക്കും. മുഖ്യമന്ത്രി, മന്ത്രിമാര്, MLA-മാര്, MP-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അസാധാരണമായ സമരം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷം കൂടി ഉണ്ടെങ്കിൽ സമരത്തിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാകുമെന്ന് സർക്കാർ വിലയിരുത്തുന്നു. അങ്ങനെയാണ് പ്രതിപക്ഷത്തെ കൂടി കൂടെ കൂട്ടാൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്തായാലും ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം പ്രതിപക്ഷം എടുക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് സൈഫ്, ഇതിനകത്ത് കോൺഗ്രസ് ഒരു അഡമൻ പൊസിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സർക്കാരിൻ്റെ ഭാഗമായി ചേർന്നുകൊണ്ട് സമരം ചെയ്യുക എന്നത് അവർക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ ഗവൺമെന്റ് പ്രതീക്ഷയോടെ കാണുന്നുണ്ടോ? അത് തന്നെയാണ് നിഷാദ്. ചില ഘടകകക്ഷികൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം ലീഗ് തന്നെയാണ്. കേന്ദ്രത്തിന്റെ ഈ നയത്തിനെതിരെ, ഗവർണറുടെ നയത്തിനെതിരെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് എല്ലാ കാലത്തും മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കണ്ട എന്ന് കരുതിക്കൊണ്ടാണ് പല വിഷയങ്ങളിലും ലീഗ് ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കാതെ വിട്ടു നിൽക്കുന്നത്. UDF-ന്റെ ഒരു ഒരുമിച്ച് പോകുന്നതിന് അതിനെ ബാധിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കുന്നത്. പക്ഷേ ലീഗ് ഈ സമരത്തിന്റെ ഭാഗമാക്കണം എന്ന ആഗ്രഹമുണ്ട്. UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കാതെ എല്ലാ ഘടകകക്ഷികൾക്കും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ചരിത്രപരമായ സമരമായി മാറും. പക്ഷെ അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം കേന്ദ്ര സർക്കാർ മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്തെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ചില ഇടപെടലുകൾ അത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി സമരത്തിൽ സർക്കാരിന്റെ ഒപ്പം ചേരുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് പൂർണ്ണമായും കുറ്റപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ UDF ഭാഗമാകാനുള്ള സാധ്യത വിരളമാണ്. ഓക്കെ സൈഫ്, ഇതിനകത്ത് CPM-ന്റെ സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൂടി ഉണ്ടോ? ശരിയാണ്, പ്രതിപക്ഷത്തെ കൂടി ചേർത്തുകൊണ്ട് സമരം ചെയ്താൽ അതൊരു ആ നിലയ്ക്കുള്ള വലിയ ഒരു പ്രത്യേകത അതിനുണ്ട്. അതിനപ്പുറം നമ്മൾ ഈ സമരത്തിലേക്ക് ഇവരെ വിളിക്കുന്നു, വന്നാൽ കേന്ദ്ര സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം. വന്നിട്ടില്ല എങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നോക്കൂ, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമരത്തിൽ പങ്കെടുക്കാൻ, കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ, സംസാരിക്കാൻ UDF തയ്യാറാവുന്നില്ല എന്ന ഒരു നെഗറ്റീവിനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ രണ്ടായാലും നേട്ടമാണ് എന്ന രാഷ്ട്രീയ ആലോചന സർക്കാരിന്റെ ഭാഗത്തുണ്ടോ, CPM-ന്റെ ഭാഗത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വേണ്ട. 2 തരത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. നിഷാദ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അവർ വരികയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരളം ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട്. രണ്ടാമത് നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു ആയുധമാക്കിയത് മാറുകയും ചെയ്യും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. നേരത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് കേരളത്തിലെ MP-മാരെല്ലാവരും കൂടി ഒരു
നിവേദനം നൽകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരുന്നു. ഈ പാർലമെന്റ് സമ്മേളനങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി എല്ലാ എംപിമാരോടും ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ, ഇടത് എംപിമാർ UDFന്റെ എംപിമാരെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ നിവേദനത്തിൽ ഒപ്പിടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ UDFന്റെ എംപിമാർ അത് ചെയ്തില്ല. അത് പിന്നീട് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നവകേരള സദസ്സിൽ 36 ദിവസം യാത്ര ചെയ്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അത് തന്നെയായിരുന്നു. കേരളത്തെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ട് ഞങ്ങൾ ഈ നിവേദനത്തിന്റെ ഭാഗമാകണം എന്ന ആവശ്യം അവരോട് വെച്ചിട്ട് അവർ അതിന് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. അതെന്തിനു വേണ്ടിയാണ്? സംസ്ഥാനത്ത് സാമ്പത്തികമായി ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് BJP സർക്കാർ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊപ്പമാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. അത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലുടനീളം പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രതിപക്ഷം ഇതിന്റെ ഭാഗമായി വന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ സമരത്തിന്റെ ഭാഗമായി വന്നില്ല എന്നുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമാക്കി ഇത് മാറ്റും ഇടതുമുന്നണിയും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയമില്ല. എന്തായാലും സമരത്തിൽ നിങ്ങൾ കൂടി, ഡൽഹിയിലെ സമരത്തിൽ നിങ്ങൾ കൂടി വേണം എന്ന ആവശ്യമായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് 3:30 പ്രതിപക്ഷ നേതാക്കളുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്, പ്രതിപക്ഷത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പങ്കെടുക്കുന്നത്. ഈ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ സതീശനും കുഞ്ഞാലിക്കുട്ടിയും പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല, മറ്റ് ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ച് ഞങ്ങൾ മറുപടി പറയാം എന്നായിരിക്കും അറിയിക്കാൻ പോകുന്നത്. എന്തായാലും സമരത്തിന്റെ തീയതി നാളെ വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗം തീരുമാനിക്കും. ഈ മാസം ഇന്നത്തെ യോഗത്തിൽ സൈഫ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പ്രതിപക്ഷത്തിന് നമ്മൾ ഈ ഞെരുക്കത്തിനിടയിലും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ല എന്ന വിമർശനം ഉണ്ട്. അവരൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കണം എന്ന പ്രശ്നം ഇതിനകത്ത് ഉന്നയിക്കുകയും അത് പുറത്തു പറയാൻ ശ്രമിക്കുകയും ചെയ്യും ഇന്ന് UDF എന്ന് വിചാരിക്കണോ? തീർച്ചയായിട്ടും പറയും. BD സതീശൻ അത് പറയാനുള്ള സാധ്യത തള്ളിക്കളയണ്ട. കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനൊപ്പം കേരളത്തിൽ പിരിച്ചെടുക്കാനുള്ള കുറച്ച് പണമുണ്ട്. അത് വിവിധ ഘട്ടങ്ങളിലായി സതീശൻ നിയമസഭയിൽ അത് പുറത്തും ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും എല്ലാം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ നികുതി പിരിവ് കാര്യക്ഷമമല്ല, നികുതി വരുമാനമൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ ഇത് കിട്ടേണ്ട പണം പൂർണ്ണമായും പിരിച്ചെടുക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാനം ചെയ്യണം എന്ന നിലപാട് കൂടി പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കും. അത് ഇന്നത്തെ യോഗത്തിൽ പറയാനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആ വിമർശനങ്ങൾ ഏത് തരത്തിൽ ഉൾക്കൊള്ളും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും തങ്ങൾ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല, സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന തരത്തിലുള്ള വിമർശനം എന്തായാലും യോഗത്തിൽ ഉണ്ടായേക്കും. ശരി, സൈഫ് സൈൻലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാരിനെതിരെ സാമ്പത്തികമായ അവഗണനയ്ക്കെതിരെ കേന്ദ്രത്തിനെതിരെ സംഘടിപ്പിക്കാൻ പോകുന്ന സമരത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടുകയാണ് സർക്കാർ. ഇന്ന് രാവിലെ വിളിച്ച മീറ്റിംഗ് വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ടാണ് വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി പിണറായി വിജയൻ ഗവൺമെൻറ് അച്ചടക്കമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. അപ്പോൾ കേന്ദ്രമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിസ്ഥാനം എന്ന് സർക്കാർ പറയുന്നു. അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോയാൽ ഇവിടുത്തെ രാഷ്ട്രീയ മുദ്രാവാക്യം ദുർബലപ്പെട്ടു പോകുമോ എന്ന ആശങ്ക സ്വാഭാവികമായും പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷം അതിൽ പങ്കെടുക്കുന്നില്ല എങ്കിൽ മോദി സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രതിപക്ഷത്തെ കൂട്ടാൻ അല്ലെങ്കിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന രാഷ്ട്രീയ പ്രചരണത്തിന് സർക്കാരിന് അത് ഗുണപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം വളരെ തന്ത്രപരമായ സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഞങ്ങൾക്ക് സമയം വേണമെന്ന് പറയാനാണ് സാധ്യത എന്നാണ് സൈഫ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.